നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മരുന്ന് കഴിക്കുന്ന കാരണം കാലിന് വേദന കുറവുണ്ടോ? മരുന്ന് കഴിക്കുമ്പോൾ ഇത്തിരി കുഴവുണ്ട്. ഇല്ലാണ്ടായ വേദനയായിട്ട് നടക്കാൻ പറ്റില്ല. മുട്ടിന് താഴെ നല്ല തളർച്ചയാണ്. കാല് വളഞ്ഞു പോവാണ് ചെയ്യണത്. അങ്ങനെ വളഞ്ഞു പോകും. മുട്ടും കാലിൻ്റെ അവിടുന്ന് അങ്ങനെ വളഞ്ഞു പോകും. ചിലപ്പോൾ ഇങ്ങനെ ബാക്കറ് പിടിച്ച് നടക്കുമ്പോൾ അത് പിടിച്ച് നടക്കുകയാണെങ്കിലും അങ്ങനെ വളഞ്ഞ് വഴുക്കിയിട്ട് വീഴാൻ പോവുകയാണ് ചെയ്യുന്നത്. വയോധിക ദമ്പതികൾ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. മരുന്നിനും ഭക്ഷണത്തിനും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വയോധിക ദമ്പതികൾ. വാർദ്ധക്യത്തിൽ മക്കളുടെയും മരുമക്കളുടെയും പരിചരണത്തിൽ കഴിയേണ്ടതിനു പകരം അനാഥരെ പോലെ കഴിയുകയാണ് ഇവർ. പാലക്കാട് ജില്ലയിലെ അത്തിക്കോട് പനയൂർ നെല്ലുകുത്തുപാറ രാജൻ 75 വയസ്സ്, ഭാര്യ ലക്ഷ്മി 66 വയസ്സ് എന്നിവർക്കാണ് ഈ ദുർഗതി. ഇതിനു പുറമെയാണ് പനയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി 8 സെന്റ് സ്ഥലവും കൊച്ചു കൂരയും ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നത്. ചികിത്സയ്ക്കും ഭക്ഷണത്തിനും പണമില്ലാതെയിരിക്കുന്ന സാഹചര്യത്തിൽ 85,000 രൂപ ബാങ്കിൽ എങ്ങനെ തിരിച്ചടയ്ക്കാനാവുമെന്ന് ഈ വയോധിക ദമ്പതികൾ ചോദിക്കുന്നു. കൂലിപ്പണിയെടുത്ത വരുമാനം കൊണ്ട് ജീവിതം നയിച്ചു വന്നിരുന്ന ഇവർക്ക് അസുഖങ്ങൾ ബാധിച്ചതോടെ പണിക്ക് പോകാതാവാനായി. ലക്ഷ്മിക്ക് ഇരുകാലുകളും നിവർത്തി നിൽക്കാനാവില്ല. എല്ലുതേയ്മാന രോഗം ബാധിച്ച് ഇരുകാലുകളുടെ മുട്ടിനു താഴെ ഏകദേശം തളർന്നതുപോലെയാണ്. സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനാവില്ല. വാക്കർ ഉപയോഗിച്ച് 2-3 ചുവട് വയ്ക്കാം. അതോടൊപ്പം തന്നെ പ്രഷർ, പ്രമേഹം എന്നിവയും ഉണ്ട്. കാലിൻ്റെ കണ്ണിയിൽ ഒരു വ്രണം ഉള്ളത് 2 കൊല്ലമായിട്ടും മാറിയിട്ടില്ല. ചികിത്സയ്ക്ക് പണവുമില്ല. അനാഥരെ പോലെ കഴിയുന്ന ഈ വയോധിക ദമ്പതികൾ കരുണയുള്ള സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. സുമനസ്സുകൾ ഇവരെ സഹായിക്കണമെന്ന് ഈ ചാനൽ അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ്റെ പേരെന്താണ്? രാജൻ. എന്ത് ചെയ്യണേ? ഒന്നും ചെയ്യുന്നില്ല. ആദ്യം കൂലിപ്പണിയൊക്കെ ചെയ്തിരുന്നു. കൂലിപ്പണി പോയിട്ടുണ്ട്. ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ വയ്യ. വീട്ടിൽ പോകാൻ പറ്റില്ല. അമ്മയ്ക്ക് എന്താണ് അസുഖമാണ് അല്ലെ? എല്ലിന്റെ തേയ്മാനം എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ? മുട്ടുവേദന, കാല് കൊണ്ട് നടക്കാൻ വയ്യ. അതിന് കുഴപ്പം. നടക്കാൻ വയ്യ, കാല് വേദന. കുറെ പൈസകൾ ചെലവാക്കി, കുറെ ആശുപത്രി പോയി, ഒന്നും നടന്നില്ല. അവസാനം അങ്ങനെ ഇരിപ്പായി. ജോലി ചെയ്യാൻ നടക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ്. ചോറുണ്ട കിണ്ണം കഴുകാൻ പറ്റില്ല. വെള്ളം വേണമെങ്കിൽ എടുത്തു കുടിക്കാൻ പറ്റില്ല. ആശുപത്രിയിൽ പോയി സൂര്യാന്റെ കരുണാമ്പലത്തില്, ചിറ്റൂർ ആസ്പത്രി, അത്താണി, പാലക്കാട്, മുളങ്കുന്നം, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടും ഒരു ഓപ്പറേഷൻ ചെയ്യാനോ വേറൊന്നും പറ്റിയില്ല. പറ്റാണ്ടായ ആസ്പത്രിക്കാർ ഡോക്ടർമാർ ഞങ്ങളെ പറ്റിയിട്ട് പോയി ചെയ്യുക. ഞങ്ങൾ വെറുതെ പോയവരെ പിടിച്ച് കിടത്തി. ആദ്യം കരുണാമ്പലത്തിൽ, അത് കഴിഞ്ഞ് ചിറ്റൂർ ആസ്പത്രി, അത് കഴിഞ്ഞ് പാലക്കാട്. ആ കൈയെടുത്ത കുട്ടിയാണ് ഡോക്ടറാണ് ഞങ്ങളെ പിടിച്ച് അഡ്മിറ്റ് ആക്കിയത്. അതൊന്നും ചെയ്തിട്ടും ഒരു ഫലവും കിട്ടിയില്ല. അവിടെ നിന്ന് ലാസ്റ്റ് മൂപ്പര് ഞങ്ങളെ പറ്റില്ല വേണ്ടി മുളങ്ങൊന്നും പോകാൻ പറഞ്ഞു. അവിടെ പോയി അവിടെയും നോക്കിയിട്ട് അവിടെയും ഒന്നുമായി. ലാസ്റ്റ് എവിടെ പോയിട്ട് ഒന്നും കാര്യങ്ങളും നടന്നില്ല. ഇപ്പൊ ഞാൻ നോക്കാനോ വിളിക്കാനോ വേറെ സഹായിക്കാനോ ഒരു മനുഷ്യനില്ല. ഞങ്ങൾ ആരും ഇല്ലാത്തൊരു അനാഥനെ പോലെ മിണ്ടാണ്ടിരിക്കാൻ ആളുണ്ടായിട്ട് ഞങ്ങൾ നോക്കാൻ ഒരു മനുഷ്യനില്ല. അതാണ് കണ്ടീഷൻ. എല്ലാ ആശുപത്രിയിലും പോയിട്ട് അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. അതാണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ആക്കിയിട്ട് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തീരെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ? അതെ. സാമ്പത്തികമായി മരുന്ന് മേടിക്കാനും. അപ്പൊ എത്ര മരുന്ന് എന്നും മരുന്ന് കഴിക്കണ്ടോ? അമ്മയ്ക്ക് എന്നും മരുന്നുണ്ടോ? മരുന്നുണ്ട്. രാവിലെ BP ഷുഗറിന് രാവിലെ വൈകുന്നേരം കഴിക്കും. മുട്ടുവേദനയ്ക്ക് കഴിക്കും. ഒരു ദിവസം 3, 6, 8, 10 ഗുളിക കഴിക്കും. 10 ഗുളികയുണ്ട്. അപ്പൊ ഒരു മാസം 10,000-3000 രൂപയുടെ മീതെ മരുന്നിന് തന്നെ വേണം. മരുന്ന് വേണം. അപ്പൊ മരുന്ന് മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ്. അതാണ് കണ്ടീഷൻ.
അപ്പൊ അത് മരുന്ന് മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ ഭക്ഷണത്തിനുള്ളതോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതെ. തുടർ ചികിത്സയ്ക്കും ബുദ്ധിമുട്ടാണ് അല്ലെ? അതെ. ഇനിയിപ്പോ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. പിന്നെ ഡോക്ടറെ കാണിച്ചോ? ഇല്ല ഇല്ല, ഇനിയിപ്പോ കഴിക്കാൻ പറ്റില്ല. ഈ കാലിലൊരു പുണ്ണുണ്ട്. അപ്പൊ ഇത് ഉണങ്ങിയിട്ട് വരാനാ പറയുന്നത്. അപ്പൊ അത് ഉണങ്ങാനുള്ള വഴിയില്ല, അത് എല്ലിലാണ്. ഈ കാലിലത്തെ ഈ പൊട്ടിയത് എത്ര കാലമായി? അത് ഇതിപ്പോ 2 വർഷമായി. ഓയിൽമെന്റ് വെക്കുന്നുണ്ട്, അതൊന്നും പിന്നെ ഉണങ്ങി കിട്ടുന്നില്ല, മാറുന്നില്ല. അത് ഈ എല്ലിലാണ്. അപ്പൊ അതുകൊണ്ട് അത് മാറാൻ വഴിയില്ല. ഇപ്പൊ അതിൽ ഓയിൽമെന്റ് വെച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട്. വേദനയുണ്ടോ? വേദനയുണ്ട്, മരുന്ന് കഴിക്കാണ്ടിരുന്ന വേദനയുണ്ട്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.